You are taken. Come with me. നീയും RDX അനിൽ എന്ന ഇവനും തമ്മിൽ എന്താ ബന്ധം? ഉത്തരം പറയുന്നതാണ് സുഭാഷ് നിനക്ക് നല്ലത്. അല്ലെങ്കിൽ ഇനി ഇവൻ ഉൾപ്പെട്ട പല കേസുകളിലും നിന്റെ പേര് കൂടി കാണും. ഞാൻ പറയാം സാർ, ഞാൻ കോറി ബിസിനസ് തുടങ്ങിയപ്പോൾ ലൈസൻസ് ഇല്ലാതെ വെടിമരുന്ന് എത്തിച്ചു തന്നിരുന്നത് അനിൽ ഭായി ആണ്. അന്ന് മുതലുള്ള അടുപ്പമാണ്. അതിനുശേഷം പല ബിസിനസ്സും ഞങ്ങൾ ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്. ബിസിനസ് എന്ന് പറഞ്ഞാൽ കൊട്ടേഷൻ, ഭൂമി പിടുത്തം, ഹവാല, പിന്നെ രാമേശ്വരം വഴി ആയുധം കടത്തൽ അല്ലേടോ? കൊല നടന്ന രാത്രി ജയപ്രതാപനെ ഒഴിവാക്കി സൈമണുമായി അയാളുടെ ഫാം ഹൗസിലേക്ക് യാത്ര പുറപ്പെട്ടത് വ്യക്തമായ ഉദ്ദേശത്തോടുകൂടിയായിരുന്നു അല്ലേ? ശരിയാണ് സർ. ഇവനാണ് സൈമണുമായി ആദ്യം പോയിക്കോളാം എന്ന് പറയുന്നത്. ഞങ്ങൾ ഭായിയുടെ ഫാം ഹൗസിൽ പോവാ. നീ ഇവരെ വിട്ടിട്ടങ്ങ് വന്നാ മതി. ബൈ മച്ചാ, ഞാൻ തന്നെ ഓടിക്കും. ഓക്കെ, ബൈ ബൈ. സൈമണുമായി യാത്ര പുറപ്പെട്ട ഉടനെ നീ ഇവനൊരു മിസ്ഡ് കോൾ കൊടുത്തിരുന്നു. എന്തായിരുന്നു അതിന്റെ പിന്നിലെ ഒരു പ്ലാനിങ്? നീ ഒന്നും പറയണ്ടടാ, ഇവന്മാരൊരു പുല്ലും ചെയ്യില്ല. പറയാം സാർ, ഞങ്ങൾ പുറപ്പെട്ട വിവരം വഴിയിൽ കാത്തുനിന്ന് അനിൽഭായി അറിയിക്കാനാണ് ഞാൻ മിസ് കോൾ കൊടുത്തത്. പിന്നീട് നടന്നത് എന്റെ ഒരു ഫ്രണ്ട് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഒന്ന് വണ്ടി നിർത്തണേ. ആ അതെ. What's happening here? Move the car. Go. Go. ഹലോ ജയന്തി, പുറപ്പെട്ടോ? ആ, ഞങ്ങളൊന്ന് ഉടക്കി. അവനെ വണ്ടി നിറക്കി വിട്ടു. ഞാൻ വഴി തന്നെ നിൽക്കുക. കം ഫാസ്റ്റ്. ഓക്കെ. നീ തന്നെ ഏർപ്പാടാക്കിയ ജോഷുവയും സംഘവും ഏതാണ്ട് 1.5 കിലോമീറ്റർ അകലെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു, ശരിയല്ലേ? ശരിയാണ് സർ. അനിൽഭായിയാണ് ഐഡിയ തന്നത്. സൈമണിന്റെ കൊല യാദൃച്ഛികമായി സംഭവിച്ച ഒന്നാണെന്ന് വരുത്തി തീർക്കണമെന്ന് പറഞ്ഞു. ഞാനും ജോഷുവും കൂടി എല്ലാം പ്ലാൻ ചെയ്തു. സൈമണിനെ കുത്താൻ മുള്ളാണി ബിജുവിനെ ഏർപ്പാടാക്കിയത് ജോഷുവാണ്. സാറ് പറഞ്ഞതുപോലെ ജോഷുവും ഗാങ്ങും ഞാൻ ഇറങ്ങിയ സ്ഥലത്തിന് 1.5 കിലോമീറ്റർ അപ്പുറം കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. Drive on. Hey, Brian, what's wrong with you? Leaving.
അപ്പോൾ സൈമൺ ഒരു ബൈക്ക് ഇടിച്ച് വീഴ്ത്തിയതും നീയും ഗാങ്ങും അയാളെ ഫോളോ ചെയ്തതും മുള്ളാണി ബിജു ഒരു ആവേശത്തിന് കയറി അയാളെ കുത്തിയതും ഒക്കെ വെറും കെട്ടുകഥ അല്ലേ? ശിഹാബുദ്ദീന് മനസ്സിലായില്ലേ? ആസൂത്രിതമായ കൊലപാതകമല്ല, മറിച്ച് യാദൃശ്ചികമായി സംഭവിച്ചതാണെന്ന് വരുത്തി തീർത്താൽ കോടതിയിൽ കടുത്ത ശിക്ഷയുണ്ടാവില്ല. സർ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. യെസ്. സൈമണിന്റെ കഴുത്തിൽ കണ്ട മുറിവ് മുള്ളാണി ബിജുവിന്റെ കത്തിയിൽ നിന്നല്ല സംഭവിച്ചത്. അതിവന്റെ പണിയായിരിക്കും, അനിലിന്റെ. ജോഷുയ്ക്ക് പണി പാളിയാൽ ഉണ്ടാകാവുന്ന റിസ്ക് ഒഴിവാക്കാൻ വേണ്ടി നീ ആദ്യം സൈമന്റെ കഴുത്തിൽ കുത്തി, പിന്നീട് യവന്മാർക്ക് ഇട്ടുകൊടുത്തു അല്ലടാ? ശിഹാബുദ്ദീൻ സാർ, സൈമന്റെ രക്തക്കറ നമ്മൾ വണ്ടിക്കുള്ളിൽ കണ്ടത് മുൻ സീറ്റിലല്ല, പിൻ സീറ്റിലാണ്. ഇനി എത്ര വളച്ചൊടിച്ചാലും നിനക്ക് ഈ കേസിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റില്ല. നിന്നെ ഞാൻ പൂട്ടും. അതുകൊണ്ട് പറയടാ, സൈമണെ വണ്ടിയിൽ നിന്നും വലിച്ചിറക്കിയത് പിൻ സീറ്റിൽ നിന്നല്ലേ? അതെ സാർ. പിൻ സീറ്റിൽ നിന്ന് ഞാൻ പിടിച്ചിറക്കുമ്പോൾ അയാളുടെ കഴുത്തിൽ നിന്ന് രക്തം ഒഴുകുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ പ്രകാരം മുള്ളാണി അയാളെ വീണ്ടും 3 തവണ കുത്തി. സോ സുഭാഷ് ഇറങ്ങിയ സ്ഥലം മുതൽ ജോഷുവ കാത്തുനിന്ന സ്ഥലം വരെയുള്ള യാത്രക്കിടയിൽ സൈമന്റെ കഴുത്തിൽ ഒരു മോർട്ടൽ വൂണ്ടുണ്ടായി. നീ സൈമണെ വണ്ടിയുടെ പിൻ സീറ്റിൽ കിടത്തി വണ്ടി ഓടിച്ച് ജോഷുവയും സംഘവും കാത്തുനിന്ന സ്ഥലം വരെ എത്തി. അവിടെ മദ്യലഹരിയിലായിരുന്ന മുള്ളാണി ബിജു സൈമണെ വീണ്ടും കുത്തി. This is a stunningly intelligent crime. ഇതിന്റെ പുറകിലെ സൂപ്പർ ബ്രെയിൻ ആരാണെന്ന് എനിക്കറിയാം. The man behind you. Prove it in the court. Yes, I will. I'm going to take him and rip him apart. Your demigod, the one and only Martin Dinagar. ഇൻവെസ്റ്റിഗേഷന്റെ എല്ലാ ഡീറ്റെയിൽസും നിരഞ്ജൻ എന്നോട് പറഞ്ഞു. തോമസ്, ഇറ്റ്സ് ഓൾ വെരി ക്ലിയർ. സൈമൺ കൊലക്കേസിന് പിന്നിലെ തിങ്ക് ടാങ്ക് മാർട്ടിൻ ദിനകറാണ്. എനിക്കറിയാം സാർ, പക്ഷേ ഇനി ഈ കേസിൽ അയാളെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. But why, sir? തന്റെ തന്നെ അന്വേഷണത്തിനൊടുവിൽ താൻ പിടികൂടിയ 14 പ്രതികളുണ്ട്. 1-ാം പ്രതി മുള്ളാണി ബിജുവിന്റെയും 2-ാം പ്രതി ജോഷുവയുടെയും കൺഫെഷൻസ്. കേസിലാകെ 63 സാക്ഷികളുണ്ട്. ചാർജ് ഷീറ്റ് കോടതിയിൽ കൊടുത്തിട്ട് സത്യമതല്ല എന്ന് പോലീസ് തന്നെ മാറ്റി പറഞ്ഞാലുണ്ടാകുന്ന ലീഗൽ കോംപ്ലിക്കേഷൻസും നാണക്കേടും ഫേസ് ചെയ്യാൻ ആരും തയ്യാറല്ല. സർ, അപ്പൊ DG മിനിസ്റ്ററും എനിക്ക് തന്ന ഉറപ്പോ? മേലധികാരികളുടെ ഉറപ്പിന് ഇത്രയൊക്കെ വിലയുള്ളൂ നിരഞ്ജൻ. യു ലേൺ ഇറ്റ് ദ ഹാർഡ് വേ. അപ്പൊ സത്യം അതാർക്കും പ്രശ്നമല്ല, ആവശ്യവുമില്ല. സത്യവും നീതിയും പോലീസും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് എന്നേക്കാൾ കൂടുതലായിട്ട് അങ്ങേക്കറിയാവല്ലോ. സർ, സൈമന്റെ കൊലപാതകത്തിന് പിന്നിലുള്ള പ്ലാനിങ്ങും എക്സിക്യൂഷനും RDX അനിലിന്റേതാണ്. സൈമന്റെ ബോഡിയിൽ കഴുത്തിന് താഴെയായി കാണപ്പെട്ട ആ ഡീപ് സ്ലാഷ് അനിലിന്റെ കത്തിയിൽ നിന്നുണ്ടായതാണ്. ഒരു പ്രീ മെഡിറ്റേറ്റഡ് കില്ലിംഗ് അല്ല എന്ന് വരുത്തി തീർക്കാൻ അയാൾ ജോഷുവയുടെ സഹായത്തോടു കൂടി ഒരു കൊട്ടേഷൻ കില്ലിംഗിന് ആംബിയൻസ് സൃഷ്ടിക്കുകയായിരുന്നു. ആൻഡ് അനിൽ ഡിഡ് ഇറ്റ് ഫോർ മാർട്ടിൻ ദിനകർ. ട്രൂ നിരഞ്ജൻ, പറഞ്ഞത് ശരിയാണ്. പക്ഷേ തന്നോട് സമ്മതിച്ചതെല്ലാം അനിലിന് കോടതിയിൽ മാറ്റി പറയാം. ഒരു കൊലപാതകത്തിന്റെ മുഴുവൻ പ്രതികളും ഉൾപ്പെട്ട ചാർജ് ഷീറ്റ് കോടതിയിലുള്ളപ്പോൾ അതേ കേസിൽ മറ്റൊരാളെ എങ്ങനെ അറസ്റ്റ് ചെയ്യാൻ പറ്റും? ഡോൺ ബുൾഷിറ്റ് തോമസ്. താൻ ഈ ടെക്നിക്കാലിറ്റീസ് ഒക്കെ വിട്ടിട്ട് ന്യായത്തെക്കുറിച്ച് ആലോചിക്കേ. സർ, മാർട്ടിൻ ദുബായിലേക്ക് തിരിച്ചു പോകുന്നതിന് മുമ്പ് അയാളെ കസ്റ്റഡിയിൽ എടുക്കണം. Once he is arrested, things will change. സോറി നിരഞ്ജൻ, ഐ ആം ഹെൽപ്ലെസ്. DCP Niranjan? Can I talk to you in private? Would you please come out? Excuse me, sir. നിങ്ങൾ തിരയുന്ന മാർട്ടിൻ ദിനകർ എവിടെയുണ്ടെന്ന് എനിക്കറിയാം. Now listen. Hey, നിരഞ്ജൻ. Thomas, I tell you, he's damn frustrated.